ഇന്ത്യയിലെ സാധാരണക്കാരന്റെയും മധ്യവർഗത്തിന്റെയും കുടുംബ ബഡ്ജറ്റിൽ താളം പൂർണ്ണമായും തെറ്റിച്ചുകൊണ്ട് രാജ്യത്ത് ഇന്ധനവില വീണ്ടും കുതിച്ചുയരുകയാണ്. ജനങ്ങളെ തീർത്തും അന്താളിപ്പിലാക്കിക്കൊണ്ട് പെട്രോളിന് ലിറ്ററിന് 86 പൈസയും ഡീസലിന് 83 പൈസയുമാണ് ഒടുവിലായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ കൂട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാം തവണയും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പുതിയ വർധനവോടെ കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 109.60 രൂപയും ഡീസലിന് 98.45 രൂപയുമായി നിലവിൽ വില ഉയർന്നു. തലസ്ഥാന നഗരിയായി തിരുവനന്തപുരത്താകട്ടെ പെട്രോളിന്റെ വില 111 രൂപയും കടന്ന് മുന്നേറുകയാണ്. ഒറ്റയടിക്ക് വലിയ തുക കൂടിയാൽ രാജ്യത്തുണ്ടാകാനിടയുള്ള കടുത്ത ജനരോഷവും രാഷ്ട്രീയ തിരിച്ചടിയും ഭയന്ന് ദിവസേന പൈസ കണക്കിന് കൂട്ടി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന തന്ത്രമാണ് കേന്ദ്ര സർക്കാരും പൊതുമേഖലാ എണ്ണ കമ്പനികളും ഇപ്പോൾ പയറ്റുന്നത്. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ലിറ്ററിന് കുറഞ്ഞത് 15 രൂപയെങ്കിലും വർധനവ് വരുത്താനാണ് കേന്ദ്ര സർക്കാരിനോട് അനുമതി തേടിയിരിക്കുന്നതെന്നാണ് ആഭ്യന്തര വൃത്തങ്ങളിൽ നിന്നുള്ള സൂചനകൾ. എന്നാൽ ഒരൊറ്റ ഉത്തരവിലൂടെ 15 രൂപ കൂട്ടിയാൽ അത് രാജ്യവ്യാപകമായി വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ പ്രതിഷേധങ്ങൾക്കും കാരണമാകും. ഇത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളെയോ ഭരണകൂടത്തിന്റെ പ്രതിച്ഛായയോ ദോഷകരമായി ബാധിക്കുമെന്ന രാഷ്ട്രീയ വിലയിരുത്തലിലാണ് കേന്ദ്ര സർക്കാർ. ഇതിന് ബദലായാണ് പ്രതിദിനം വില പുതുക്കൽ എന്ന മറവിൽ പൈസ കണക്കിന് കൂട്ടുന്ന തന്ത്രം സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് 86 പൈസ, നാളെ 50 പൈസ, മറ്റന്നാൾ 75 പൈസ എന്നിങ്ങനെ കൂടുമ്പോൾ പൊതുജനത്തിന് ഒറ്റയടിക്ക് അതിന്റെ ഭാരം അനുഭവപ്പെടില്ല. എന്നാൽ ഒരു മാസം കഴിയുമ്പോൾ ഇന്ധനവിലയിൽ 10 മുതൽ 15 രൂപയുടെ വരെ വർധനവ് വന്നിട്ടുണ്ടാകും. ജനങ്ങളെ സാവധാനം ചൂഷണം ചെയ്യുന്ന ഈ ശൈലി കടുത്ത വഞ്ചനയാണ്. ഭൂതകാലത്തിലേക്ക് വിരൽ ചൂണ്ടിയാൽ കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാകും. റഷ്യ-യുക്രൈൻ സംഘർഷത്തെ തുടർന്ന് 2022 അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന് വില കുതിച്ചുയർന്നപ്പോഴും സമാനമായ തന്ത്രമാണ് കേന്ദ്ര സർക്കാർ പയറ്റിയത്. 2022 മാർച്ച് 22 മുതൽ ഏപ്രിൽ 16 വരെയുള്ള ചുരുങ്ങിയ ദിവസങ്ങൾക്കിടയിൽ 14 വട്ടമാണ് അന്ന് ഇന്ധനവില വർദ്ധിപ്പിച്ചത്. അന്ന് പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 10 രൂപ അടുത്താണ് കൂടിയതും. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 കടന്നെന്ന ന്യായീകരണമായിരുന്നു അന്ന് കേന്ദ്രം നിരത്തിയിരുന്നത്. എന്നാൽ കഥ അവിടെ തീർന്നില്ല. 2022 സെപ്റ്റംബറോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴെ എത്തി. എന്നിട്ടും അന്ന് കൂടിയ വിലയുടെ ഒരു പൈസ പോലും കുറയ്ക്കാൻ കേന്ദ്ര സർക്കാരോ പൊതുമേഖലാ എണ്ണ കമ്പനികളോ തയ്യാറായിരുന്നില്ല. രാജ്യാന്തര വിപണിയിൽ വില കൂടുമ്പോൾ ഇന്ത്യയിലും കൂടുക, എന്നാൽ അവിടെ വില കുറയുമ്പോൾ അതിന്റെ ലാഭം ജനങ്ങൾക്ക് നൽകാതെ സർക്കാരും എണ്ണ കമ്പനികളും ചേർന്ന് പോക്കറ്റിലാക്കുക എന്ന ക്രൂരമായ നയമാണ് ഇവിടെ നടപ്പിലാകുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ക്രൂഡ് ഓയിൽ വില വീണ്ടും $110 കടന്നുവെന്ന പഴയ ന്യായീകരണം തന്നെയാണ് ഇപ്പോഴത്തെ വിലകൂട്ടൽ ഘട്ടത്തിലും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ വിപണിയിലെ കൃത്യമായ കണക്കുകൾ പരിശോധിച്ചാൽ ഈ വാദങ്ങൾ പൊള്ളയാണെന്ന് മനസ്സിലാകും. നിലവിൽ ഊർജ്ജ പ്രതിസന്ധിക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ ചില വിദേശ നയങ്ങളും ഭൗമരാഷ്ട്രീയ തീരുമാനങ്ങളും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രധാനമായും 2 കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ധന ഗതാഗത പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ക്രൂഡ് ഓയിൽ വരവ് പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് ആഗോളതലത്തിൽ തന്നെ സപ്ലൈ ചെയിനെ ബാധിച്ചിട്ടുമുണ്ട്. മുൻകാലങ്ങളിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോഴും ഇറാൻ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ വൻതോതിൽ വില കുറഞ്ഞ നിരക്കിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തിരുന്നു. ഇത് ആഭ്യന്തര വിപണിയിൽ വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ അമേരിക്കയുടെ കർശനമായ നിലപാടുകൾക്കും തിടുക്കങ്ങൾക്കും വഴങ്ങി ഈ രാജ്യങ്ങളിൽ നിന്നുള്ള വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഇന്ത്യ വേണ്ടെന്ന് വയ്ക്കുകയോ ഗണ്യമായി കുറയ്ക്കുകയോ ചെയ്തു. കൂടിയ വിലയ്ക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങേണ്ടി വരുന്നതിന്റെ ഭാരം മുഴുവൻ സർക്കാർ ഇപ്പോൾ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുകയാണ്. വില വർധനവിന് ന്യായീകരണമായി ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന മറ്റൊരു വിചിത്രമായ വാദം രാജ്യത്ത് ഇന്ധന ഉപയോഗം കുറയ്ക്കുക എന്നതാണ്. പരിസ്ഥിതി സംരക്ഷണം, പുനരുപയോഗ ഊർജ്ജത്തിലേക്ക് മാറൽ എന്നിവയാണ് ഇതിന് കാരണമായി പറയുന്നത്. എന്നാൽ ഇന്ത്യയെ പോലൊരു വികസ്വര രാജ്യത്ത് ഇലക്ട്രിക് വാഹനങ്ങളോ മറ്റ് ബദൽ സംവിധാനങ്ങളോ സാധാരണക്കാർക്ക് പൂർണ്ണമായി പ്രാപ്യമാകുന്നതിന് മുൻപ് വില കൂടി ഇന്ധന ഉപയോഗം കുറയ്ക്കാൻ നോക്കുന്നത് സാമ്പത്തിക ആത്മഹത്യക്ക് തുല്യമാണ്. കൃത്യമായ ആസൂത്രണമില്ലാതെ ജനങ്ങളെ പട്ടിണി കിട്ടി പരിസ്ഥിതി സംരക്ഷിക്കാൻ നോക്കുന്ന ഈ നിലപാട് അങ്ങേയറ്റം വിചിത്രവും പ്രതിഷേധാർഹവുമാണ്. പെട്രോൾ ഡീസൽ വില വർധനം എന്നത് വാഹന ഉടമകളെ മാത്രം ബാധിക്കുന്ന ഒന്നാണെന്ന ധാരണയും തെറ്റാണ്. ഒരു രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തമാണ് ഇന്ധനം. അതിന്റെ വില കൂടുമ്പോൾ അത് ചെങ്കല പ്രതികരണമായി സമൂഹത്തിലെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നു. ഇന്ത്യയിൽ ഭൂരിഭാഗം നിത്യോപയോഗ സാധനങ്ങളും പ്രത്യേകിച്ച് പച്ചക്കറികൾ, പലചരക്ക് സാധനങ്ങൾ, പാൽ എന്നിവ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ട്രക്കുകളിലൂടെ ലോറികളിലുമായി വരുന്നത്. ഡീസൽ വില വർദ്ധിക്കുന്നതോടെ സ്വാഭാവികമായും ചരക്കുകൂലി വർദ്ധിക്കും. ഈ വർധനവ് വ്യാപാരികൾ സാധനങ്ങളുടെ വിലയിലാണ് പ്രതിഫലിപ്പിക്കുക. ഇതിന്റെ ഫലമായി വിപണിയിൽ അരി, പരിപ്പ്, പച്ചക്കറി തുടങ്ങിയ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വില കൂടും. സാധാരണക്കാരുടെ ആശ്രയമായ KSRTC ഉൾപ്പെടെയുള്ള പൊതുഗതാഗത സംവിധാനങ്ങളും സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി തൊഴിലാളികളും കടുത്ത പ്രതിസന്ധിയിലാകും. ഡീസൽ വില കൂടുന്നതോടെ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ യാത്രാക്കൂലി വർദ്ധിപ്പിക്കേണ്ടി വരും. ഇത് ദിവസേന ജോലിക്കും പഠനത്തിനുമായി യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ പോക്കറ്റ് ചോർത്തും.
ട്രാക്ടറുകൾ, ജലസേചനത്തിനായുള്ള പമ്പുകൾ, കൊയ്ത്ത് യന്ത്രങ്ങൾ എന്നിവയെല്ലാം പ്രവർത്തിക്കുന്നത് ഡീസൽ ഉപയോഗിച്ചാണ്. ഇന്ധനവില വർധനവ് കൃഷിച്ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കും. എന്നാൽ ഉൽപാദനങ്ങൾക്ക് കൃത്യമായി വില ലഭിക്കാത്തതിനാൽ കർഷകർ കൂടുതൽ കടക്കണിയിലാവുകയും കാർഷിക മേഖല പൂർണ്ണമായി തകരുകയും ചെയ്യും. ഇന്ത്യയിലെ ഇന്ധനവില ഇത്രയുമധികം ഉയർന്നു നിൽക്കാനുള്ള പ്രധാന കാരണം അതിന്മേൽ ചുമത്തുന്ന അമിതമായ നികുതികളാണ്. ക്രൂഡ് ഓയിലിന്റെ യഥാർത്ഥ വിലയേക്കാൾ കൂടുതൽ തുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നികുതിയായി ഈടാക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈടാക്കുന്ന എക്സൈസ് ഡ്യൂട്ടിയും വിവിധ സെസ്സുകളുമാണ് വിലയുടെ വലിയൊരു പങ്കും. ഇതിൽ ഭൂരിഭാഗം സെസ്സുകളും സംസ്ഥാനങ്ങളുമായി പങ്കിടേണ്ടാത്തതുമാണ്. സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന മൂല്യവർദ്ധിത നികുതിയും ഇന്ധനവില വർദ്ധിപ്പിക്കുന്നു. ഇന്ധനവില GST പരിധിയിൽ കൊണ്ടുവന്നാൽ വില 60-70 രൂപയിലേക്ക് താഴാമെങ്കിലും ഇത് സർക്കാരുകൾക്ക് ലഭിക്കുന്ന വൻ വരുമാനം നഷ്ടമാകുമെന്നതിനാൽ അതിനാരും തയ്യാറാകുന്നില്ല. വില കൂടുമ്പോൾ കേന്ദ്രം സംസ്ഥാനങ്ങളെയും സംസ്ഥാനങ്ങൾ കേന്ദ്രത്തെയും കുറ്റം പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. വരും ദിവസങ്ങളിലും വിലക്കയറ്റം തുടരുമെന്ന സൂചനകളാണ് പൊതുമേഖലാ എണ്ണക്കമ്പനികൾ നൽകുന്നത്. കോർപ്പറേറ്റുകളുടെ ലാഭക്കൊതിയും സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കും സാധാരണക്കാരൻ സ്വന്തം ജീവിതം കൊണ്ട് വില നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. അന്താരാഷ്ട്ര വിപണിയിലെ നേരിയ വ്യതിയാനങ്ങളെ പോലും അതിശയോക്തിപരമായി അവതരിപ്പിച്ച് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഈ നയം തിരുത്തപ്പെടേണ്ടതുണ്ട്. നികുതി നിരക്കുകൾ യുക്തിസഹമായി കുറയ്ക്കാനും സാധാരണക്കാരന് താങ്ങാനാവുന്ന വിധത്തിൽ ഇന്ധനവില നിയന്ത്രിക്കാനും ഭരണകൂടം തയ്യാറാകാത്ത പക്ഷം അത് രാജ്യത്തെ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്കും ജനകീയ പ്രക്ഷോഭങ്ങളിലേക്കുമായിരിക്കും നയിക്കുക. ജനക്ഷേമ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി ഇത്തരം പകൽക്കൊള്ളകൾക്കെതിരെ ശക്തമായ പൊതുജനാഭിപ്രായം ഉയർന്നു വരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്.